ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് CSEB ജൂനിയർ ക്ലർക്ക് ക്യാഷ്യർ എക്സാമിന് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കോർപ്പറേഷൻ പാർട്ടിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ഇൻ ദ ഇയർ. NCDC കുറിച്ച് നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ വരാറുണ്ട്. ഡാഷ് ഈസ് നോട്ട് എ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നൊക്കെ പറഞ്ഞിട്ട് NCDC ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ല, ഇറ്റ് ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ. പിന്നെ അതുപോലെ തന്നെ NCDC എന്നാണ് ഫോം ചെയ്തതെന്നുള്ളത് 13/3/1963 NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത്. പാർലമെന്റിലെ ആക്ട് പാസ്സാക്കിയത് 1962 അപ്പൊ നാഷണൽ കോപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആൻ ആക്ട് ഓഫ് പാർലമെന്റ് ഇൻ ദ ഇയർ 1963 ആണ്. 62 ആക്ട് പ്രകാരം 13/3/1963 NCDC എസ്റ്റാബ്ലിഷ് ചെയ്തത്. നെക്സ്റ്റ്, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് വാസ് എനാക്റ്റഡ് ഇൻ ദ ഇയർ. മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് എനാക്ട് ചെയ്തത് 1984. നെക്സ്റ്റ്, ഡാഷ് കമ്മീഷൻ സബ്മിറ്റഡ് ദ റിപ്പോർട്ട് ഫോർ ഫ്രെയിമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904. ഈ ഒരു കമ്മിറ്റീസും കമ്മീഷനും നമുക്ക് പഠിക്കാനുണ്ട്. അതിൽ വളരെ കുറച്ച് കമ്മീഷനെ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ എന്നിരുന്നാലും സാറിന്റെ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം കമ്മിറ്റീസും കൂടി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. സ്ഥാപനങ്ങൾ പഠിക്കുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്ത കമ്മിറ്റീസും കമ്മീഷനും നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് 1904 കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് ഫ്രെയിം ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത കമ്മീഷൻ ആരാണെന്നാണ്. എഡ്വേർഡ് ലോ കമ്മീഷൻ ആണ്. അപ്പൊ സാധാരണ മേഖലയുമായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മീഷൻ ആണ്. പക്ഷെ നമ്മളുടെ സിലബസിലെ കമ്മിറ്റീസ് ആൻഡ് കമ്മീഷനിൽ പറയാത്ത ഒരു കമ്മിറ്റിയാണ്. അപ്പൊ ഇതും ഇമ്പോർട്ടന്റ് ആണ്. നെക്സ്റ്റ്, ടൈപ്പ് ഓഫ് റെയ്ഡ്കോ ഈസ്. ഒരുപാട് ചോദ്യ പേപ്പറിൽ കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. റെയ്ഡ്കോ എന്ന് പറയുന്നത് ഒരു ഫെഡറൽ സൊസൈറ്റി ആണ്. ടൈപ്പ് ഓഫ് റെയ്ഡ്കോ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ റെയ്ഡ്കോ ഈസ് എ ഡാഷ് ഒരു ഫെഡറൽ സൊസൈറ്റി ആണ്. നെക്സ്റ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ഓഫ് ICM ഈസ് അണ്ടർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റും അതുപോലെ തന്നെ കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് NCCTയും വാംനികോമും ഒക്കെ പഠിക്കാനുണ്ട്. അതിൽ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കേരളത്തിലെ 2 ICMകളാണുള്ളത്. തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുരയിലും കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവും. അപ്പോൾ ICMകളെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആരാണ് ചെയ്യുന്നത് എന്നാണ്. NCCTയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോളിലാണ് ICM പ്രവർത്തിക്കുന്നത്. നെക്സ്റ്റ്, വിച്ച് വാസ് ദ ഫസ്റ്റ് ഹൗസിംഗ് സൊസൈറ്റി സെറ്റപ്പ് ഇൻ 1905 ഇൻ ബോംബെ പ്രൊവിൻസ്. 1905 ബോംബെ പ്രൊവിൻസിൽ സെറ്റ് ചെയ്ത അല്ലെങ്കിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഫസ്റ്റ് ഹൗസിംഗ് സൊസൈറ്റി ഏതാന്നുള്ളത് നമുക്ക് നമ്മുടെ മൊഡ്യൂളിലുണ്ട്. ഹൗസിംഗ് സൊസൈറ്റീസ് പഠിക്കാനുണ്ട്. അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. സരസ്വത് കോപ്പറേറ്റീവ് ഹൗസിംഗ് സൊസൈറ്റി ആണ് 1905 ബോംബെ പ്രൊവിൻസിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത ഹൗസിംഗ് സൊസൈറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, വിച്ച് അവാർഡ് ഈസ് ഗിവൺ ബൈ നാഫ്സ്കോപ്പ് ടു റെക്കഗ്നൈസ് എക്സലൻസ് എമംഗ് കോപ്പറേറ്റീവ് ബാങ്ക്. നാഫ്സ്കോപ്പ് നിങ്ങൾക്ക് അറിയാം, നാഷണൽ ഫെഡറേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക്സ് ആണ്. അപ്പൊ അവരുടെ നേതൃത്വത്തിൽ എക്സലൻസ് സാധാരണ മേഖലയിലെ അല്ലെങ്കിൽ അപ്പെക്സ് സംഘങ്ങളിൽ ഉള്ള എക്സലൻസ് അവാർഡ് ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ്. ബെസ്റ്റ് പെർഫോമൻസ് അവാർഡാണ്, അല്ലെങ്കിൽ ഓവറോൾ എക്സലൻസ് അവാർഡ് എന്നൊക്കെ പറയുന്ന ബെസ്റ്റ് പെർഫോമൻസ് അവാർഡാണ് നാഫ്സ്കോപ്പ് ഏർപ്പെടുത്തിയിട്ടുള്ള അവാർഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളുടെ CSEBയുടെ ഇത്തവണ 3 പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു പഠനം കൊണ്ട് നിങ്ങൾക്ക് 3 പരീക്ഷയും എഴുതാൻ പറ്റും. ഒക്ടോബർ 12 അതുപോലെ നവംബർ 2, നവംബർ 23 ഇങ്ങനെ 3 പ്രാവശ്യം നടക്കുന്ന പരീക്ഷയ്ക്ക് വളരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു പരീക്ഷ കഴിഞ്ഞാൽ നമുക്കറിയാം മറ്റു പരീക്ഷകളുടെ പാറ്റേൺ എങ്ങനെയായിരിക്കും, ഏതൊക്കെ രീതിയിൽ ചോദ്യങ്ങൾ മാറിയിട്ടുണ്ടോ അല്ലെങ്കിൽ ചോദിക്കുന്ന രീതി മാറിയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഈ ഒക്ടോബർ 12 എക്സാം കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് നല്ല രീതിയിൽ ഒരു പഠനം ആവശ്യമാണ്. അപ്പൊ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ നമ്മൾ CCയിൽ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോർഡ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഒരു അഡ്വാൻസ് ലെവൽ ചോദ്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ ക്ലാസ്സസ് ആയിരിക്കും അവൈലബിൾ ആയിരിക്കുക. നെക്സ്റ്റ്, ദ ഫണ്ട് യൂട്ടിലൈസ്ഡ് ബൈ എ അപ്പെക്സ് സൊസൈറ്റി ഫോർ പർച്ചേസിംഗ് ഷെയർസ് ഇൻ അതർ സൊസൈറ്റി. എന്താണ് അപ്പെക്സ് സൊസൈറ്റി? മറ്റൊരു സൊസൈറ്റിയുടെ ഷെയർസ് പർച്ചേസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫണ്ട് ഏതാണെന്നാണ്. പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടാണ് അപ്പെക്സ് സൊസൈറ്റി യൂസ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പൽ സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടും സബ്സിഡറി സ്റ്റേറ്റ് പാർട്ട്ണർഷിപ്പ് ഫണ്ടൊക്കെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അധിക ചോദ്യ പേപ്പറിലും വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ നമുക്ക് അതുപോലെ തന്നെ സ്റ്റേറ്റ് എയ്ഡ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്ന ഒരു ടോപ്പിക് നമുക്ക് ഈ സിലബസിലുണ്ട്. അപ്പൊ അതുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ ചോദ്യമൊക്കെ പ്രതീക്ഷിക്കാം. നെക്സ്റ്റ്, ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് നാഫെഡ്. നാഫെഡ് നമുക്ക് നാഷണൽ ലെവൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിക്കുമ്പോൾ നാഫെഡും NCDC ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നാഫെഡിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നത്
ന്യൂഡൽഹിയിലാണ്. നാഫെഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഗാന്ധി ജയന്തി ദിനത്തിൽ സ്ഥാപിതമായിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ് ഈ നാഫെഡ് എന്ന് പറയുന്നത്. പിന്നെ ദ മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ മന്ത്ലി പബ്ലിക്കേഷൻ ഏതാണെന്നാണ് സഹകരണ ജേണലാണ്. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് നമ്മുടെ സബോർഡിനേറ്റ് ട്രെയിനിങ് സെന്റേഴ്സ് ആരുടെ നിയന്ത്രണത്തിലാണെന്നൊക്കെയുള്ള ചോദ്യം വരാറുണ്ട്. അപ്പൊ ഇവിടെ ചോദിച്ചിട്ടുള്ളത് മന്ത്ലി പബ്ലിക്കേഷൻ ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ആണ്, സഹകരണ ജേണലാണ്. റബ്കോ വാസ് ഫോംഡ് ഇൻ. റബ്കോ ഫോം ചെയ്തത് ഏത് ഇയറിലാണെന്നാണ്. ഇയർ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇയറുകൾ ചോദിക്കാറുണ്ട്. റബ്കോ ഫോം ചെയ്തത് 1997ലാണ്. അപ്പോൾ ഏതൊരു സ്ഥാപനം പഠിക്കുമ്പോഴും ആ സ്ഥാപനം അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്, അത് ഏത് കാറ്റഗറിയിൽ വരുന്ന സ്ഥാപനമാണ്, ഏത് ആക്ട് പ്രകാരമാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അവരുടെ പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ പ്രോഡക്റ്റ് അടക്കം പഠിക്കാം. ദ ചെയർമാൻ ഓഫ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് വാസ്. എന്താണ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. VL മേത്ത കമ്മിറ്റിയും ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി, റിവ്യൂ കമ്മിറ്റി, പിന്നെ അഗ്രികൾച്ചർ ക്രെഡിറ്റ് റിവ്യൂ കമ്മിറ്റി ഒക്കെയാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ വളരെ കുറച്ച് കമ്മിറ്റീസേ ആ കമ്മിറ്റി ആൻഡ് കമ്മീഷൻ എന്ന് പറഞ്ഞ പാർട്ടിൽ പഠിക്കാനുള്ളൂ. അപ്പൊ ഇമ്പോർട്ടന്റ് ആണ്. VL മേത്ത കമ്മിറ്റിയാണ് കമ്മിറ്റി ഓൺ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് എന്ന് അറിയപ്പെടുന്നത്. ആപ്കോസ് സ്റ്റാൻഡ് ഫോർ. ആപ്കോസ് എന്ന് പറഞ്ഞാൽ ആനന്ദ് പാറ്റേൺ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ്. നമ്മൾ ഡയറി സൊസൈറ്റീസുമായിട്ട് പഠിക്കുമ്പോൾ വരുന്നതാണ് ആപ്കോസ്. ഇമ്പോർട്ടന്റ് ആണ്. ആപ്കോസ് ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് NDDB യെ കുറിച്ച് പഠിക്കണം, അതുപോലെ തന്നെ RCMPUനെ കുറിച്ച് പഠിക്കണം, അതുപോലെ നമുക്ക് വർഗീസ് കുര്യനും അവരുടെ ബുക്കുകൾ പഠിക്കണം, പിന്നെ അതുപോലെ തന്നെ അമൂല് അതിനെ കുറിച്ചൊക്കെ നമുക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. ദ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ സെക്രട്ടറി ആരാന്നാണ്. അഡീഷണൽ റേഷ്യൽ റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ സെക്രട്ടറി എന്ന് പറയുന്നത്. ഇത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നത് നമ്മളുടെ പുതിയ സിലബസിൽ ലാസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് സെറ്റപ്പ് ഇൻ കേരള എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ ഉണ്ട്. ആ മൊഡ്യൂളിൽ ഇന്ന് വരാൻ സാധ്യതയുള്ള ചോദ്യമാണ്. പ്രീവിയസ് വന്ന ചോദ്യമാണ്. അത് നമുക്ക് ഇപ്പോഴത്തെ ഈ ഒരു മൊഡ്യൂളുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പൊ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയന്റെ സെക്രട്ടറി ആരാന്ന് ചോദിച്ചാൽ അഡീഷണൽ റേഷ്യൽ ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സാധാരണ ചോദിക്കാറുള്ളതാണ് സർക്കിൾ കോപ്പറേറ്റീവ് യൂണിയന്റെ ഓഫീസ് എവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നത്, ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഓരോന്നിന്റെയും റിട്ടേണിംഗ് ഓഫീസർ ഏത് റാങ്കിലുള്ള ഉദ്യോഗസ്ഥനാണെന്നൊക്കെ ഉള്ളത്. അപ്പൊ ആ ഏരിയ നോക്കുക. നെക്സ്റ്റ്, ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ കോഫി ഹൗസ്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഫൗണ്ടർ ആരാന്നുള്ളതാണ്. AK ഗോപാലനാണ് ഇന്ത്യൻ കോഫി ഹൗസിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത്. മോസ്റ്റ് ഇമ്പോർട്ടന്റ് റെക്കമെൻഡേഷൻ ഓഫ് ക്രാഫിക്കാർഡ്. ക്രാഫിക്കാർഡ് കമ്മിറ്റിന്റെ ഫുൾ ഫോം അടക്കം നമുക്ക് ചോദിച്ചിട്ടുണ്ട്. നബാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഏത് CSEB എക്സാം എടുത്താലും ഒരു ചോദ്യം ഷുവർ ആണ്. അപ്പൊ ക്രാഫിക്കാർഡ് കമ്മിറ്റിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് ഫോർമേഷൻ ഓഫ് നബാർഡ് ആണ്. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ശിവരാമൻ കമ്മിറ്റി എന്നറിയപ്പെടുന്ന കമ്മിറ്റി ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. നബാർഡിന്റെ ഇയർ ചോദിച്ചിട്ടുണ്ട്. നബാർഡുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യൻ ഷുവർ ആണ്. അപ്പൊ ആ ഒരു ഏരിയ നോക്കി വെക്കാം. അപ്പൊ ക്രാഫിക്കാർഡ് കമ്മിറ്റിന്റെ ഇമ്പോർട്ടന്റ് റെക്കമെൻഡേഷൻ ഏതാണെന്ന് ചോദിച്ചാൽ ഫോർമേഷൻ ഓഫ് നബാർഡ് ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ്. ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലാത്തത് ഏതാണെന്നാണ്. നമുക്ക് അറിയാം കോമൺ ഗുഡ് ഫണ്ട്, കോപ്പറേറ്റീവ് എഡ്യൂക്കേഷൻ ഫണ്ട്, റിസർവ് ഫണ്ട്, മെമ്പർ റിലീഫ് ഫണ്ട്. കോമൺ ഗുഡ് ഫണ്ട് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ല. അപ്പോൾ ഇതിൽ ഡാഷ് ഇസ് നോട്ട് എ സ്റ്റാറ്റ്യൂട്ടറി റിസർവ് എന്ന് ചോദിച്ചാൽ എഡ്യൂക്കേഷൻ ഫണ്ടും റിസർവ് ഫണ്ടും മെമ്പർ റിലീഫ് ഫണ്ടും നമ്മുടെ ലോ പ്രകാരം അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ട് പ്രകാരമുള്ള കീപ്പ് ചെയ്യേണ്ട ഫണ്ടാണ്. കോമൺ ഗുഡ് ഫണ്ടാണ് സ്റ്റാറ്റ്യൂട്ടറി റിസർവ് അല്ലാത്തത്. അപ്പൊ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തത് നമ്മളുടെ CSEB എക്സാമിന് മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കോർപ്പറേഷൻ പാർട്ടിലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമ്മൾ മറ്റൊരു ക്ലാസ്സിൽ വരാം. അപ്പൊ നമ്മളുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. CSEB എക്സാം നമുക്ക് CCയോടൊപ്പം ക്രാക്ക് ചെയ്യാം. താങ്ക്